കേരളത്തിലെ യു.ഡി.എഫ് സർക്കാർ PM-ശ്രീ പദ്ധതിയിൽ സൈൻ ചെയ്യാൻ പോവാണ്. അതിനെക്കുറിച്ച് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതേ പത്രസമ്മേളനത്തിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, LDF സർക്കാർ ഒഴിവാകാൻ തീരുമാനിച്ചൊരു പദ്ധതിയല്ലേ ഇത്, അവർ കത്ത് അയച്ചിട്ടില്ലെന്ന് ചോദിച്ചപ്പോ അങ്ങനെ ഒരു കത്ത് പോയിട്ടില്ല. പിന്മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കത്ത് ഇവിടെ പോയിട്ടില്ല. ഒരു ഉളുപ്പും ഒരു മുരുമയില്ലാതെ കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി കളവ് പറയാ LDF സർക്കാർ അങ്ങനെ ഒരു കത്ത് അയച്ചില്ല. 2025 നവംബർ 12 കേരള സർക്കാർ കേന്ദ്രത്തിന് അയച്ചൊരു കത്താണ് നിങ്ങൾ ഈ കാണുന്നത്. ആ കത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകാനുള്ള താല്പര്യമില്ല. പിന്നെ ഇപ്പൊ ഇതിൽ വന്നിട്ട് ആളുകൾ പറയും നിങ്ങൾ പൈസ വാങ്ങിയിട്ടില്ല. SSA എന്നുള്ള ആ ഒരു പദ്ധതിയിൽ കേരളത്തിന് കിട്ടാനുള്ള പണമാണ് കേരള സർക്കാർ വാങ്ങിച്ചെടുത്തിട്ടുള്ളത്. അത് PM-ശ്രീ പദ്ധതിയിലുള്ള പണം അല്ല. നിങ്ങൾ UDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുന്നേ നിങ്ങൾ ഇലക്ഷനെ നേരിട്ടതും LDF PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടേ കേരളത്തിന്റെ മതേതര പാരമ്പര്യം തച്ചുടക്കാൻ ശ്രമിക്കുന്നേ എന്നും പറഞ്ഞിട്ടാണ്. ഇലക്ഷന് മുന്നേ കുഞ്ഞാലിക്കുട്ടിയും KM ഷാജിയൊക്കെ പറഞ്ഞത് PM-ശ്രീ പദ്ധതി അറബിക്കടൽ താത്തും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കില്ല. പിന്നെ വെള്ളാപ്പള്ളി നടേശന്റെ കേസിൽ അത് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. എല്ലാ മന്ത്രിമാരും എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടുത്ത മാസം മന്ത്രിസഭ കൂടുക വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലാണ്. കുറച്ചു കാലങ്ങൾക്ക് മുന്നേ കേന്ദ്രത്തിൽ നരസിംഹറാവു അധികാരത്തിലിരുന്നിരുന്നു. അത് എന്നിട്ട് അടുത്ത വരവ് ആർക്കായിരുന്നു? BJPയുടെ കടന്നു വരവിന് ഏറ്റവും കൂടുതൽ സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുള്ളത് ഒരു വ്യക്തിയാണ്, നരസിംഹറാവു. അപ്പോ കേരളത്തിൽ ഇനി BJPയുടെ കടന്നു വരവിന് അരങ്ങൊരുക്കി കൊടുക്കുന്നതും പാവിരിച്ചു കൊടുക്കുന്നതും ആരാന്നുള്ളത് ലീഗുകാർക്ക് ഉടനെ തന്നെ മനസ്സിലാവും.